ഇന്നത്തെ വീഡിയോ ശരിക്കും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് എടുക്കുന്ന വീഡിയോ ആണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു ചാനൽ, ആ ചാനലിൽ ഒരു അവതാരകയെ വെക്കുമ്പോൾ മിനിമം കോമൺ സെൻസ് ഉള്ള, നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് മിനിമം റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളെ അവതാരകരായിട്ട് വെച്ചാൽ നന്നായിരിക്കും. ഞാനിത് പറയാൻ കാരണം, ഒരു വ്യക്തി തൻ്റെ അച്ഛൻ ആരാണെന്ന് തെളിയിക്കേണ്ടി വരുന്നൊരവസ്ഥ വളരെ വിഷമിപ്പിക്കുന്നൊരവസ്ഥയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 9 വയസ്സുകാരൻ, ആ 9 വയസ്സുകാരൻ്റെ അച്ഛൻ അവനെ ഉപേക്ഷിച്ച് പോയത് അവൻ 1 വയസ്സുള്ളപ്പോഴാണ്. 9 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 8 വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ വീട്ടിലേക്ക് ഒരു കത്ത് വരുന്നു, ഞാൻ നാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട്. ആ കത്ത് അവൻ്റെ അച്ഛൻ്റെ കത്തായിരുന്നു. അപ്പോൾ എവിടെ വെച്ച് കാണാൻ പറ്റും എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതൊരു അമ്പലമായിരുന്നു. അവനും അവൻ്റെ അമ്മയും കൂടി ആ അമ്പലത്തിന് മുന്നിൽ പോയി. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അച്ഛനെ കാണാൻ. അതായത് അവൻ്റെ കൺമുന്നിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി, അമ്മ പറഞ്ഞ് മാത്രം അറിവുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തെ കാണാൻ വേണ്ടി അത്രയും എക്സൈറ്റഡ് ആയിട്ട് ആ അമ്പലത്തിന് മുന്നിൽ പോയി നിൽക്കുകയാണ്. പെട്ടെന്ന് അമ്മ ചൂണ്ടിക്കാണിക്കുന്നു, ദോ വരുന്ന മോനെ നിൻ്റെ അച്ഛനെന്ന് പറഞ്ഞിട്ട്. ഇവൻ അവിടെ നിന്ന് നടന്നു തുടങ്ങി. നടന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് എതിരെ വന്ന ഓരോ വ്യക്തികളെയും അവൻ ചൂണ്ടി അമ്മയെ നോക്കുകയാണ്, ഇതാണോ എന്ന അർത്ഥത്തിൽ. അപ്പം അമ്മ തലയാട്ടുന്നുണ്ട്, അതല്ല. അങ്ങനെ 6 or 7 വ്യക്തികൾ കടന്നുപോയി. പെട്ടെന്ന് ഒരാളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് അവൻ തിരിഞ്ഞു നോക്കി അമ്മ അതാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിൽ കണ്ടു നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുത്ത് തന്നോളൂ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും, ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ തന്നെ മരിച്ചുപോയ, നമ്മളെല്ലാവരും ഒരുപാട് ആരാധനയോടെ കാണുന്ന നടൻ ജയൻ, അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ട് മുരളി എന്ന് പറയുന്ന വ്യക്തി എത്രയോ വർഷങ്ങളായിട്ട് അലയുകയാണ് തൻ്റെ പിതൃത്വം തെളിയിക്കാൻ വേണ്ടി. ഇപ്പോഴും അദ്ദേഹത്തിന് അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടു അദ്ദേഹത്തിൻ്റെ. ആ ഇൻ്റർവ്യൂവിൽ ആങ്കർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ശരിക്കും ഞാനായിരുന്നു ഈ മുരളി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ സ്ഥാനത്തെങ്കിൽ അടിയും കൊടുത്തിട്ട് ഇറങ്ങി പോകുമായിരുന്നു. അമ്മാതിരി ചോദ്യങ്ങളാണ് ആ പെൺകുട്ടി അവിടെ നിന്ന് ചോദിക്കുന്നത്. നമുക്കെന്തായാലും അതിൻ്റെ ചില ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. ആ പെൺകുട്ടിയുടെ ചോദ്യങ്ങൾ ഏത് ലെവലിലാണ് പോകുന്നുള്ളത്. അല്ല, എനിക്ക് ചോദിച്ചില്ലേ പ്രശസ്തിയിലൊക്കെ പോകാനല്ലേ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി ഓഫ് കോഴ്സ് പ്രശസ്തിയിൽ പോകാനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫോട്ടോസ് എടുത്ത് ഇട്ടാ പോരെ. ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഇടുന്നില്ല? ഇപ്പോഴും നിങ്ങൾ ഞാൻ ജയന്റെ മകനാണെന്ന് പറഞ്ഞ് നടക്കല്ലാതെ നിങ്ങൾ സിനിമയിൽ അഭിനയിക്കൂ, അതെടുത്തിടൂ. സീരിയൽ അഭിനയിക്കൂ, അതെടുത്തിടൂ. അതൊക്കെ ചെയ്യ്. നമുക്ക് മോളെ, ഈ കുട്ടിയുടെ പേര് ആമിന സലീം, അങ്ങനെ എന്താണ് പേര്. അവൾ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ മുരളി ജയൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം സീരിയലിൽ അഭിനയിക്കുന്നു, സിനിമയിൽ അഭിനയിക്കുന്നു, ആ ഫോട്ടോ പോലും അദ്ദേഹം പബ്ലിഷ് ചെയ്യാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനവൾ മറുപടി പറഞ്ഞാണ്, അതൊക്കെ എടുത്തിട്ട് ഫെയിം ഉണ്ടാക്കിയാൽ പോരെ, എന്തിനാണ് ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അയാളുടെ മകനാണെന്ന് പറഞ്ഞിട്ട് ഫെയിം ഉണ്ടാക്കാൻ നോക്കുന്നു എന്നാണ് ഈ പെൺകുട്ടി ചോദിക്കുന്നത്. ഈ തന്തയ്ക്ക് പിറക്കുക എന്ന് പറയുന്നത് നമ്മുടെ പച്ച മലയാളത്തിൽ പറയുന്നൊരു വാചകമാണ്. പക്ഷേ തന്തയ്ക്ക് പറഞ്ഞിട്ടും അത് തെളിയിക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. അതൊരു പക്ഷേ തന്തയ്ക്ക് പറഞ്ഞ മക്കൾക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഞാൻ പറയുന്ന വാചകത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ നാവിൽ നിന്ന് അറിയാതെ അത്തരം വാചകങ്ങൾ വന്നു പോവാം. അച്ഛനില്ലാതെ വളരുന്ന വേദന അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. വർഷങ്ങളോളം അച്ഛനില്ലാതെ കൂട്ടുകാരുടെ കളിയാക്കലുകളും ഒക്കെ കേട്ട് വളരുന്ന മക്കൾക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. ഈ പെൺകുട്ടി ചോദിച്ചത്, നിങ്ങൾക്ക് ഫെയിം ഉണ്ടാക്കാനാണെങ്കിൽ ഈ പേരും പറഞ്ഞ് ഫെയിം ഉണ്ടാക്കണോ? മുരളി ജയൻ പറയുന്നുണ്ട്, കഴിഞ്ഞ 24 വർഷമായിട്ട് ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി അലയുകയാണെന്ന് പറയുന്നുണ്ട്. ഫെയിം ഉണ്ടാക്കാനാണെങ്കിൽ അയാൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ തൻ്റെ അച്ഛൻ ആരാണെന്ന് തെളിയിക്കാൻ വേണ്ടി, അദ്ദേഹമാണ് തൻ്റെ അച്ഛൻ എന്ന് അമ്മ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് മാത്രം, അങ്ങനെയല്ലേ നമ്മളെല്ലാവരെയും അതാണ് നിൻ്റെ അച്ഛൻ എന്ന് അമ്മ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഏതൊരാൾക്കും അങ്ങനെയല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ കേട്ടിട്ടുണ്ട്, അമ്മ ചൂണ്ടിക്കാണിക്കുന്നത് ആരോ അതാണ് അച്ഛൻ. ബാക്കി നോക്കാം. താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതൊന്നും ഇടാത്തത്. താല്പര്യമുണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, പറയുന്നത്. ഇപ്പം ഞങ്ങൾ കേൾക്കുന്നത് മുഴുവൻ നിങ്ങൾ ഓരോ സ്ഥലത്ത് പോയി എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഒരു സ്ഥലത്തും പോയി പറയാറില്ല. എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചാൽ, ചാനലുകാരെ വിളിച്ചാൽ ഞാൻ ചെല്ലും. എന്തിനാ പോകുന്നപ്പോ? അതിപ്പോ ഞാൻ ഇതിപ്പോ തെളിയിച്ചില്ലേ പറ്റൂ. ഇതിപ്പോ എന്റെ ഉത്തരവാദിത്തമാണ്. എന്തിനു തെളിയിക്കണം? ആരെ ബോധിപ്പിക്കണം? നിങ്ങൾക്കും നിങ്ങളുടെ അമ്മയ്ക്കും ഇത് ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട എന്ത് ആവശ്യമുള്ളത്? അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേറെ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ നാട്ടുകാരെ ബോധിപ്പിക്കാൻ നിൽക്കുമോ? മോളെ, എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? വേറെ എന്ത് കാര്യമാണെങ്കിലും നാട്ടുകാരെ ബോധിപ്പിക്കാൻ നിൽക്കുമോ? വേറെ എന്തെങ്കിലും കാര്യം പോലെയാണോ
സ്വന്തം അച്ഛൻ ഇന്ന ആളാണെന്ന് തെളിയിക്കേണ്ടി വരുന്നത്? വിവരമില്ലായ്മ ഒരു തെറ്റല്ല, പക്ഷെ അതൊരു അലങ്കാരമാക്കരുത്. ഒന്നാമത്തെ കാര്യം, ഈ മുരളി ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകളുടെ പ്രായം പോലും ഇല്ല നിനക്ക്. നീ അദ്ദേഹത്തോട് സംസാരിക്കുന്ന രീതി, ഒരു മിനിമം കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് പോലും മനസ്സിലാവും എത്ര അരഗൻ്റ് ആയിട്ടാണ് നീ ബിഹേവ് ചെയ്യുന്നത്. ഇവരെ പോലുള്ളവരെ ആങ്കറായിട്ട് വെക്കുന്ന ചാനലിൻ്റെ ഗതികേട്, അതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ മോശപ്പെട്ട രീതിയിലാണ് ഈ പെൺകുട്ടി അദ്ദേഹത്തോട് ഇടപെടുന്നത്. മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കേണ്ട മിനിമം റെസ്പെക്ട്, അത് കൊടുക്കാനുള്ള മര്യാദ പോലും ഈ പെൺകുട്ടി കാണിക്കുന്നില്ല. നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിട്ടാണല്ലോ അദ്ദേഹം വന്നതല്ലേ, അല്ലാണ്ട് അയാൾ വലിഞ്ഞേറി വന്ന ഒരാളല്ലല്ലോ. അദ്ദേഹത്തെ വിളിച്ചിരുത്തിയിട്ട് സ്വന്തം അമ്മയെക്കുറിച്ച് പോലും മോശമായിട്ടാണ് സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? വളരെ വളരെ മോശമായിട്ട്. ഇമാതിരി തോന്നിയവാസം വെച്ച് പൊറിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതൊക്കെ പൊളിച്ചടുക്കുക തന്നെ വേണം. ബാക്കി കേൾക്കാം. ഇത് ഇപ്പം മുരളി ജയന്റെ വിഷയമല്ല. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് തെളിവ് തന്നോ? അതാണല്ലോ ഞാൻ പറയുന്നേ. എന്റെ അമ്മ തന്നത് കൊണ്ടാണല്ലോ ഞാൻ പറയുന്നേ. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ അത് വിശ്വസിച്ചു. തെളിവ് തന്നോ അമ്മ? പിന്നെ അല്ലാണ്ട് വേറെ ആരുടെ അമ്മ പറയുമ്പോഴാണ് വിശ്വസിക്കേണ്ടത്? നീ വിശ്വസിച്ചത് നിന്റെ അമ്മ പറഞ്ഞപ്പോഴല്ലേ. നിന്റെ അച്ഛൻ ഇന്ന ആളാണെന്ന് നിന്റെ അമ്മ പറഞ്ഞുള്ള അറിവല്ലേ നിനക്കുള്ളൂ, അല്ലേ? അങ്ങനെ തന്നെയാണ് എനിക്കും നിനക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഉള്ളത്. നമ്മുടെ അമ്മ നമ്മളോട് പറയും ഇതാണ് നിന്റെ അച്ഛൻ. അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാവരും അച്ഛനെ തിരിച്ചറിയുന്നത്. അമ്മ ചൂണ്ടിക്കാണിക്കുന്നത് ആരോ അതാണ് അച്ഛൻ. അമ്മയും അച്ഛനും ചൂണ്ടിക്കാണിക്കുന്നത് ആരാണോ അതാണ് ഗുരുനാഥൻ. ഇവർ 3 പേരും ചൂണ്ടിക്കാണിക്കുന്ന ആരാണോ അതാണ് ദൈവം. ഇതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. മോള് 2K കിഡ് ആണെന്ന് എൻ്റെ ഒരു വിശ്വാസം. 2K കിഡ്സിലും ഇത്രയും വിവരദോഷികളായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. എന്ത് തെളിവാ തന്നെ? മാതാവ് പറയുന്നതാണ് നമ്മുടെ പിതാവ്. ജയന്റെ ഫാമിലി എന്തുകൊണ്ട് ചെയ്യുന്ന അംഗീകരിക്കാത്ത? അപ്പോ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? എന്തുകൊണ്ട് പറ്റില്ല? അവരെപ്പോഴാ ജനിച്ചേ? ഞാനും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന 2 വ്യക്തികളുള്ളൂ. ഒന്ന് ആദിത്യൻ, ഒന്ന് ലക്ഷ്മി ശ്രീദേവി നായർ. ഇല്ലേ? ഈ ആദിത്യൻ എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ തമ്മിൽ 9 വയസ്സിന് വ്യത്യാസമുണ്ട്. ഈ ലക്ഷ്മി ശ്രീദേവി ഞാൻ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 13 വയസ്സിനെങ്കിലും വ്യത്യാസം കാണും. 12 to 13 വയസ്സില്ല. ഈ ഞാൻ ജനിച്ചതിന് ശേഷം ജനിച്ച ഈ കുട്ടികൾക്ക് എന്നെ കുറിച്ച് എന്തറിയാം? ഇതിലെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ ആരും തന്നെ ഇല്ല. എല്ലാവരും മരിച്ചുപോയി. പിന്നെ ആദിത്യൻ എന്ന് പറയുന്ന ആക്ടർ, ആദിത്യൻ ജയൻ എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹം ആണ് ഇതിനെ ഒപ്പോസ് ചെയ്ത് നിൽക്കുന്നത്. ഇതിനു മുൻപ് ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് മറ്റൊരു ആർട്ടിസ്റ്റ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരിവരുടെ റിലേറ്റീവ് ആണെന്ന് അവരുടെ കൂടെ വന്നൊരു വ്യക്തി ആ പ്രോഗ്രാമിനിടയിൽ കൂടി അറിയാണ്ട് നാവിൽ കൂടി വീണു. അത് കേട്ടപാടെ ഇതേ വ്യക്തികൾ വലിയ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ ഒരു ബന്ധു ഞങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സത്യം അത് തന്നെയായിരുന്നു. ഈ ബന്ധു എന്ന് പറയുന്നത് നേരെ സഹോദരങ്ങളാണെന്ന് നിർബന്ധമൊന്നുമില്ല. ബന്ധങ്ങൾ പല വഴിക്കും ഉണ്ടാവാം. ഇവിടെ സ്വന്തം വല്യച്ഛൻ്റെ മകനാണ് ഈ മുരളി ജയൻ എന്ന് പറയുന്നത്. അത് അംഗീകരിക്കാൻ എന്താണ് ഇവർക്ക് ബുദ്ധിമുട്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുമില്ലെങ്കിലും ഇയാളൊരു മനുഷ്യനല്ലേ, ആ ഒരു പരിഗണന കൊടുക്കാമല്ലോ. കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അയാൾക്കെതിരെ കേസ് കൊടുക്കുക. കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് അയാൾ തൻ്റെ പിതൃത്വം തെളിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ അച്ഛൻ ഇന്ന ആളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഇത്രയും വർഷമായിട്ട് ഓടാണ്. അന്നേരം അതല്ലാന്ന് നിങ്ങൾ തെളിയിക്കുക. അയാൾ നിങ്ങളോട് പറയുവാണ് DNA ചെയ്യാൻ ഞാൻ റെഡിയാണ്. എന്തുകൊണ്ട് നിങ്ങളതിന് തയ്യാറാവുന്നില്ല? എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അയാൾക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് അയാൾ പറയുന്നത് DNA ടെസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ അത് തയ്യാറാവുന്നില്ല? എനിക്ക് മനസ്സിലാവാത്തൊരു ചോദ്യം അതാണ്. അപ്പോൾ അംഗീകരിക്കേണ്ടി വരും. അംഗീകരിച്ചാൽ സ്വത്ത് ഭാഗ്യം വെക്കേണ്ടി വരും. അംഗീകരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ മക്കളില്ല. അതുകൊണ്ട് തന്നെ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഭാഗം വെക്കേണ്ടി വരില്ല. ഇതാണ് കാരണം. ഇത് ഏത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. ഒരു പക്ഷേ ഈ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. എന്നാലും പ്രശ്നമില്ല, പറയേണ്ടത് പറയാതെ തന്നെ വേണം. ഞാൻ ഈ ആങ്കറിൻ്റെ കാര്യമാണ് ആലോചിക്കുന്നത്. ഇത്രയും വിവരദോഷികളായിട്ടുള്ള അവതാരകരെ പിടിച്ചിരുത്തേണ്ടി വരുന്ന ചാനലിൻ്റെ ഗതികേട്, അത് പറയാതിരിക്കാൻ വയ്യ. ഈ കുട്ടികൾക്ക് എന്നെ കുറിച്ച് എന്തറിയാം? പറയാമോ? ജയനെ കുറിച്ച് അറിയാമായിരിക്കും. ഒന്നും അറിയത്തില്ല. ജയനെ കുറിച്ച് അവർക്ക് എന്തറിയാം? അവർ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കണ്ടിട്ടില്ല. ആദിത്യൻ ജനിച്ചു, 40-ാം ദിവസം എൻ്റെ അച്ഛൻ മരിച്ചു. ആദിത്യൻ പറയുന്നത് ആദിത്യനാണ് എൻ്റെ അച്ഛൻ്റെ, ആദിത്യൻ്റെ ചേട്ടൻ ചേർന്നാണ് എൻ്റെ അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊടുത്തിരുന്നത്. 40 ദിവസമുള്ള കുഞ്ഞിന് ഒന്ന് കമന്ന് വീഴാൻ പറ്റൂ? ഉണ്ടോ? അയാൾ കണ്ണൻ നേര, ഞാനല്ല, കണ്ണൻ നേർ എന്ന് പറയുന്നു. കണ്ണൻ നേർ എന്ന് പറഞ്ഞാൽ മിസ് 4 വയസ്സ് 5 വയസ്സ് കൊണ്ടുള്ളവന്, അവനെ കൊണ്ട് അത് ചെയ്ത്. അപ്പൊ ആദ്യത്തിന് ഈ 2 വ്യക്തികൾക്കും ഈ കുടുംബത്തിലെ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് പറയാൻ ഒരു അവകാശവും ഇല്ല. ഒന്ന്, ജയൻ എന്ന് പറയുന്ന വ്യക്തി ഈ കണ്ണൻ നായരുടെയോ ആദിത്യൻ്റെയോ ലക്ഷ്മി ശ്രീദേവി നായരുടെയോ സ്വന്തം ആരുമല്ല, ബന്ധുവാണ്. ഞാൻ ജയന്റെ മകനാണെന്ന് പറയുമ്പം ഞാൻ ശക്തമായിട്ട് പറയുകയാണ്, ഇപ്പോഴും പറയുകയാണ്, ഞാൻ ജയന്റെ മകനാണ്. ഒരാൾ ഇത്രയ്ക്ക് കോൺഫിഡൻസോടെ പറയണമെങ്കിൽ അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അയാൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ്, നിങ്ങൾക്ക് തെളിവ് വേണമെങ്കിൽ DNA എടുക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ട് ജയൻ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ്റെ കുടുംബം അതിന് തയ്യാറാകുന്നില്ല? കുടുംബം എന്ന് പറയുമ്പോൾ ഈ 2 വ്യക്തികളാണ്. അതിൻ്റെ കാരണമാണ് മനസ്സിലാവാത്തത്. ഇപ്പോൾ DNA എടുത്തു കഴിഞ്ഞാൽ ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇയാളും
അയാളുടെ പണി നോക്കി പോകും, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി പോക്കൂടെ? അപ്പം നീ എവിടെയൊക്കെ എന്തൊക്കെയോ സത്യങ്ങൾ ഇയാൾ പറയുന്നതിൽ ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ അതിന് തയ്യാറാവാത്തത്? ഇത്രയും വർഷമായിട്ട് ഒരാൾ ഇതിനു വേണ്ടി വാദിക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ തെളിയിച്ചിട്ട് ഇദ്ദേഹം ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനല്ല, അങ്ങനെ വരികയാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുത്ത് ഇദ്ദേഹത്തെ അകത്തിട്ടൂടെ? കാരണം അത്രയും വലിയൊരു മനുഷ്യൻ്റെ പേര് കളങ്കപ്പെടുത്തുന്ന ഒരു ആരോപണവുമായിട്ടാണ് ഇദ്ദേഹം നടക്കുന്നത്. എന്തുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജയൻ എന്ന ആ വലിയ മനുഷ്യൻ്റെ പേര് ദിനം പ്രതി ചീത്തയായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മനസ്സാൽ അംഗീകരിച്ചൊരു മകനാണെന്നാണ് പറയുന്നത്. അത് പലരും പറയുന്നുണ്ട്. അദ്ദേഹം മനസ്സാൽ അംഗീകരിച്ച മകനാണ്, ഈ മകന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെയും കേട്ടു. അപ്പോൾ ഇദ്ദേഹം പറയുന്നതിൽ സത്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പോയിന്റ് ഇദ്ദേഹത്തിൻ്റെ സത്യം തെളിയിക്കുക എന്നുള്ളതല്ല, പക്ഷേ ഈ അവതാരക കാണിക്കുന്ന ഈ ഒരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ടുള്ള പെരുമാറ്റം, ഇത് അട്ടർ നോൺസെൻസ് ആണ്. അത് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും അരഗൻ്റ് ആയിട്ടുള്ള ചോദിക്കുന്ന രീതി ഞാൻ എവിടെയും കണ്ടില്ല. ഒരുപാട് അവതാരകരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും മോശമായിട്ട് ചെയ്യുന്ന വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. മുന്നിരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുക്കാതെ സംസാരിക്കുന്ന അവതാരകർ കണ്ടപ്പോൾ സങ്കടം തോന്നുകയാണ്. ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളുടെ അമ്മ എന്ത് തെളിവാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? ആലോചിച്ച് നോക്കിയാൽ ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ. അയാളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അടിയും കൊടുത്തിട്ട് ഇറങ്ങിപ്പോവും. അതായിരിക്കും ചെയ്യുക. ഇത് ഇല്ല എന്ന് പൊതുജനം പറഞ്ഞാൽ വേണമെങ്കിൽ വിശ്വസിക്കാൻ, പക്ഷേ എനിക്ക് തെളിവ് വരണം. എൻ്റെ അമ്മ പറഞ്ഞ ഓർമ്മയിലാണല്ലോ, ആ മെമ്മറിയിലല്ലോ, അല്ലെ ആ അധികാരത്തിലാണോ ഞാൻ പറയുന്നത്. പൊതുജനം പറയുകയാണ്, അല്ലെ മോള് പറയുകയാണ്, ചേട്ടാ ക്ഷമിക്കണം ചേട്ടാ, ചേട്ടൻ ജയന്റെ മകനല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, മോളെ ശരി, അപ്പൊ മോളൊരു കാര്യം ചെയ്യും, എനിക്കൊരു തെളിവ് താ, മോള് തരാൻ ബാധ്യസ്ഥയാണ്, അല്ലേ, പിന്മാറാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് ജയന്റെ മകനല്ല എന്ന്. അവരോട് എനിക്ക് പറയാവുന്നേ ഉള്ളൂ, ഇനി എൻ്റെ അമ്മ ചിലപ്പോൾ എന്നെ പറ്റിച്ചെങ്കിലോ? പറ്റാം. നിങ്ങളിപ്പോ ജയന്റെ മകനാണ് എന്ന് തെളിയിക്കാനായിട്ട് നടക്കുകയാണ്. ഞാനില്ല, അവിടെ മനസ്സിലാക്കും. എന്തിനു എനിക്ക് തെളിയിക്കണം? എന്റെ അമ്മ പറഞ്ഞ ആളാണ് എന്റെ അച്ഛൻ. ആയിക്കോട്ടെ, അങ്ങനെ ഇത് തെളിയിക്കേണ്ടത് ആരാണ് തെളിയിക്കേണ്ടത്? അച്ഛനെ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന, ഞങ്ങളുടെ സ്വന്തം എന്ന് പറയുന്ന അച്ഛന്റെ അനുജന്റെ മക്കൾ എന്ന് പറയുന്ന കണ്ണൻ നായരും ആദിത്യനും വന്ന് DNA എടുക്കാൻ തയ്യാറായ മുരളി ജയൻ. ഓക്കെ, പൈസ മുരളി ജയൻ തരും. മുരളി ജയന്റെ കയ്യിൽ ബാഗിൽ ഇപ്പോഴും കിടപ്പുണ്ട് കിറ്റ്, DNA കിറ്റ്. ഒന്നും വേണ്ട, ചോര വേണ്ട, തൊലി വേണ്ട, മുടി വേണ്ട, അകത്തെ വായിക്കത്തുന്ന ഒരു ശകല ഉമിനീര് ഇങ്ങോട്ട് തന്നാൽ ഞാൻ അതിൻ്റെ DNA സെറ്റ് കൊണ്ടുപോയി അതിൻ്റെ തമ്പും തന്നാൽ ഞാൻ കൊണ്ടുപോയി, അല്ലെ നിങ്ങളുടെ ആരെങ്കിലും വേണം, ഏത് ചാനൽ വരെ വന്നോ, അല്ലെ നിങ്ങളുടെ കയ്യിൽ തരാം, സത്യസന്ധമായിട്ട് ചെയ്യണം. കൊണ്ടുപോയിട്ട് ആ DNA എടുത്തിട്ട് വാ, ഞാൻ ജയന്റെ മകനല്ല എന്ന് തെളിയിര്. തൊഴുകയ്യോടെ ഈ കേരളത്തിലെ ആളുകളുടെ മുന്നിൽ ഞാൻ തൊഴുകയ്യോടെ മാപ്പ് പറയും, കാര്യം പറ്റിപ്പോയി. എൻ്റെ ഒരു അമ്മ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ പറഞ്ഞതിൻ്റെ പ്രതികാരം അല്ല, ഇതിൽ വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോയി. ഇത് മോക്കും സംഭവിക്കാം, എനിക്കും സംഭവിക്കില്ല. നമ്മുടെ അമ്മമാർ ചതിച്ചാൽ ചതിച്ചു. ഇത്രയും കോൺഫിഡൻസോടെ ഒരു വ്യക്തി വന്നിരുന്നു പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ആ വ്യക്തിയുടെ മുഖത്തൊക്കെ ചോദിക്കുകയാണ്, നിങ്ങളുടെ അമ്മ എന്ത് തെളിവാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. തൻ്റെ മകൻ ആരുടെയാണ് എന്ന് ഒരു അമ്മയ്ക്ക് പറയാൻ പറ്റില്ലേ? ആ അമ്മ ഈ വയസ്സാം കാലത്ത് അതിനുവേണ്ടി കള്ളം പറയേണ്ട കാര്യമുണ്ടോ? എനിക്കറിയില്ല. ലിറ്ററലി ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ, ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ആ മനുഷ്യൻ്റെ അവസ്ഥ, എത്രയോ വർഷങ്ങളായിട്ട് അയാൾ ഇതിനു വേണ്ടി ഓടി നടക്കുന്നു. അതായത് ഒരു സമയത്ത് ഞാനാണ് ഇന്നയാളുടെ മകൻ എന്ന് അയാൾ പറഞ്ഞു, എൻ്റെ അമ്മ പറഞ്ഞ അറിവ് വെച്ച് ഞാൻ പറഞ്ഞു. പക്ഷെ പിന്നെ അത് തെളിയിക്കാൻ വേണ്ടി ബാധ്യസ്ഥനാവുകയാണ്. എന്നിട്ടും ഈ പറയുന്ന ആൾക്കാരും അത് മൈൻഡ് ചെയ്യുന്നില്ല. കാണുന്നവരൊക്കെ കളിയാക്കില്ലേ? ഇദ്ദേഹത്തെ അറിയാവുന്ന ആൾക്കാർ കളിയാക്കത്തില്ലേ? നീ ഇങ്ങനെ നടന്നിട്ട് എന്തായി, വല്ല ഗുണം ഉണ്ടായോ എന്ന് പറഞ്ഞ് കളിയാക്കത്തില്ലേ? ഇതൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഈ പെൺകുട്ടിയോടെ പറയുന്നത്, നിനക്ക് ഇദ്ദേഹത്തിൻ്റെ ആ ലെവലിലുള്ളൊരു സാഹചര്യം വരണം, എങ്കിൽ മാത്രമേ നിനക്ക് മനസ്സിലാവത്തുള്ളൂ. ചോദ്യം ചോദിക്കാതിരിക്കുമ്പോൾ അല്പം മനസാക്ഷിയും കൂടി ഉള്ളിലുണ്ടാവണം. ചോദ്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് വരണം, അല്ലാണ്ട് പഠിച്ചു വെച്ച കുറേ ചോദ്യങ്ങളല്ല വരേണ്ടത്. പ്രത്യേകിച്ച് ഇത്തരം ആൾക്കാരുടെ മുന്നിൽ നിന്ന് ചോദിക്കുമ്പോൾ ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ ചോദ്യങ്ങൾ, ഈ ഇൻ്റർവ്യൂ മുഴുവൻ കാണുമ്പോൾ, ഞാനത് കുറച്ച് ഭാഗം മാത്രമേ നിങ്ങൾ കാണിച്ചിട്ടുള്ളൂ. മുഴുവൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പെൺകുട്ടി എത്ര മോശമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് അദ്ദേഹത്തിനോട് പെരുമാറുന്നുള്ളത്, അദ്ദേഹത്തിനോട് ചോദിക്കുന്നുള്ളത്, സംസാരിക്കുന്നുള്ളത്. ആ ഇൻ്റർവ്യൂ മുഴുവൻ കാണുമ്പോൾ മനസ്സിലാവും. എനിവേ, നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇന്നത്തെ ഒരു സംസാര രീതി ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അത് എൻ്റെ മാനസികാവസ്ഥ വെച്ച് ഞാൻ സംസാരിച്ച് പോയതാണ്. എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.